السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فيسرني ويسعدني ويسعدني أن أقوم أمامكم في هذه الجلسة المباركة لتقديم الورقة في موضوع تطور اللغة العربية في كيرلا وإسهامات جمعية العلماء بعموم كيرلا فيها. أصحاب المعالي والسعادة، فضيلة الشيخ السيد KKS المحترم رئيس هذه الجلسة، وفضيلة الشيخ الدكتور حمزة كوتي الباقوي المحترم عضو المجلس الأعلى لجمعية العلماء بعموم كيرلا الذي قام بافتتاح هذه الجلسة المباركة، والشيخ الفاضل عميد هذه الكلية الداعية والرحالة المشهور فضيلة الشيخ قدوتي في مواقف نحو الأمور التعليمية الشيخ عبد الغفور القاسمي حفظه الله ورعاه، فضيلة الدكتور علي نوفل الأستاذ المشارك في قسم اللغة العربية بجامعة كاليكوت، والأفاضل والحضار، بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. يقول الله سبحانه وتعالى في قرآنه المجيد: إنه تولى حفظ القرآن وذلك بحفظ لغته وثقافته. إننا نعرف كما أشار إليه الدكتور عبد الودود النظامي المحترم إلى أن لهذه اللغة المباركة تعلقا عميقا بكل مسلم، لأن المسلم حينما يولد يسمع في أذنيه الأذان والإقامة هما عربية، وكل مسلم يرجو أن يكون آخر كلامه لا إله إلا الله عربية، وبين البداية والنهاية يتمنى كل واحد منا أن يتكلم أثناء لقائنا بتحية الإسلام عربية. وهكذا بالنسبة إلينا معاشر المسلمين اللغة العربية لغة الدين، مع أن هذه اللغة لغة الثقافة والحضارة والعلم. حتى إن العلماء قالوا إن من تعلم اللغة العربية ولم يتكلم بها فهو منافق. يعني من يحسن اللغة العربية ثم لم يتكلم بها
ഫഹുവ മിനൽ മുനാഫിഖീൻ ലാ നുരീദു അൻ നകൂന മിനൽ മുനാഫിഖീൻ ഫഅലൈനാ അൻ നഹ്തം ബിഹാദിഹിൽ ലുഗ അൽ മുശറഫ അൽ മുബാറക اليوم العالمي للغة العربية منذ 2010 قررت هيئة الأمم المتحدة أن يحتفل هذا اليوم بمناسبة اليوم العالمي لهذه اللغة لنشر هذه اللغة وتقديرها إشارة من رئيس المجلس أقدم هذه الورقة في بعض الأوقات في لغتنا الأم ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പങ്ക് ഇസ്ഹാമാത്ത് എന്തെല്ലാമാണ് ഈ ഭാഷയ്ക്ക് വേണ്ടി എന്നതാണ് ഈ വിനീതൻ അവതരിപ്പിക്കേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലം വരെ എത്തുന്ന ചരിത്രം കേരളീയരായ ആളുകൾക്ക് അറബി നാടുകളുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം പദങ്ങൾ മലയാളത്തിലേക്ക് അറബിയിൽ നിന്നും അതേപോലെ തിരിച്ചുമൊക്കെ ആദാൻ പ്രദാനം നടത്തപ്പെട്ടിട്ടുണ്ട്. 1500 വർഷമായി ലോകത്ത് നിലനിൽക്കുന്ന മുഅല്ലക്കാത്തിലൊക്കെ എടുത്തു പരിശോധിച്ചാൽ അവരൊക്കെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെ കവിതകളിൽ ഉൾക്കൊള്ളിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രസിദ്ധമായ മുഅല്ലക്കാത്തിൽ നിന്നുള്ള ഒന്നാമത്തതാണ് ഇംറുൽ ഖൈസിൻ്റെ കിഫാ നബിക്കി മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹുമലി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ പ്രേയസി ഇവിടെ മുറ്റത്ത് ഉള്ള മാൻപേടകളുടെ കാഷ്ടത്തെ കുരുമുളകിനോട് ഉപമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മഹാനായ കഅബ് ബിനു സുഹൈർ ബിൻ അബി സുൽമ റളിയല്ലാഹു അൻഹു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പാടിയ ബാനത്ത് സുആദിൽ കാണാം, ഇന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. മുഹന്നദ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാള് എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്കൊക്കെ സുപരിചിതമായിരുന്നു ഇന്ത്യ. എന്തുകൊണ്ട്? അക്കാലം മുതൽക്ക് തന്നെ അറബികൾ ഇന്ത്യയിൽ കച്ചവടം നടത്തിയിരുന്നു, പ്രത്യേകിച്ച് മലബാറിൻ്റെ തീരങ്ങളിൽ. അതുകൊണ്ട് തന്നെ പുതിയതല്ല, മഹാനായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ആദർശത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അവസാനത്തെ പ്രവാചക പരമ്പരക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് അവസാനത്തെ പ്രവാചകർ ഷഫീഉന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബൈസത്തിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ മലയാളികൾക്ക് വിവരം ലഭിച്ചു എന്ന് മാത്രമല്ല, അവ്വലു മുസ്ലിമിൻ മലബാരിയൻ, അവ്വലു മുസ്ലിം മലബാരി മൻ സുഹാബിയുൻ ജലീൽ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച മലയാളിയായ ഒരാളാണ് കേരളീയനായ ഒന്നാമത്തെ സഹാബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം മുതൽക്ക് തന്നെ കേരളക്കരയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നതിന് മുമ്പ് തന്നെ അറബികളുമായുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള മാർക്കറ്റുകളൊക്കെ തന്നെ അറബികളുടെ കുത്തകയായിരുന്നു. അറബികളിലൂടെയാണ് പട്ടുപാത, സിൽക്ക് റൂട്ട്, അത് അറബിയിൽ നിന്നാണ്. അങ്ങനെയാണ് ചൈനയിലേക്ക് എത്തിച്ചേരുന്ന സിൽക്ക് റൂട്ട്. അന്നൊക്കെ തന്നെ ആ സിൽക്ക് റൂട്ടിന് നേതൃത്വം നൽകിയിരുന്ന അറബികളായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് രാജഭരണം ഇവിടെ പല രാജാക്കന്മാരുടെയും ദർബാറുകളിൽ ആവശ്യമായ എഴുത്തുകളൊക്കെ നടത്തിയിരുന്നത് അറബിയിലായിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടം മുതൽ ഇവിടെ പ്രചരിച്ചു വന്നതായ അറബി ഭാഷ ഇസ്ലാമിൻ്റെ വ്യാപനത്തോടുകൂടെ ശക്തിപ്പെടുകയായിരുന്നു. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുസൽമാനെ ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ ബാങ്ക് ഇഖാമത്തും കേൾപ്പിക്കപ്പെടുന്നു. മരിച്ചു പിരിയുന്നതിൻ്റെ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഇടയിലുള്ള ജീവിതകാലം അവൻ്റെ ആരാധനാ കർമ്മങ്ങളൊക്കെ ഈ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യന് ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ നിർബന്ധാവസ്ഥയിൽ അവൻ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ അള്ളാഹ് ഇത് തെരഞ്ഞെടുത്തത് ഇതിനെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇന്നാ നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംരക്ഷണവും പെട്ടു. ഖുർആൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇത് ഈ ഭാഷ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില ഗ്രാമർ പിശകുകളൊക്കെ സംഭവിച്ചപ്പോൾ യഥാർത്ഥ അറബി ഭാഷയിൽ നിന്ന്
മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ തന്നെ മിംഗ്ലിംഗ് ആയി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥ അറബി ഭാഷയുടെ പല മൂല്യങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ അനുയായി, ഏറ്റവും അടുത്ത അനുയായികൾപ്പെട്ട അബുൽ അസ്വദ് ദുവൈലി എന്ന് പറയുന്ന മഹാനോട് നെഹ്വ് ക്രോഡീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. അക്കാലം മുതൽക്ക് തന്നെ ഈ നെഹ്വിലൂടെ, സൊറഫിലൂടെ, മറ്റു ഉലൂമ അറബിയിലൂടെ അറബി ഭാഷ സംരക്ഷിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിലാണ് ഇറക്കിയത് കൊണ്ടാണ്. അങ്ങനെ കേരളക്കരയിൽ അൽഹംദുലില്ലാ പള്ളി ദർസുകളിലൂടെയാണ് ഈ അറബി ഭാഷ നിലനിന്ന് നമുക്കറിയാം. ഇബ്നു ബത്തൂത്ത എഴുതിയ, നമ്മുടെ നാടിൻ്റെ ഇബ്നു ബത്തൂത്ത അറിയപ്പെടുന്ന പുസ്തകമോ പിന്നെ ഹുറാസികളാണ്, അദ്ദേഹം മലബാറിൻ്റെ ഇബ്നു ബത്തൂത്തയാണ്. ഇബ്നു ബത്തൂത്ത മലബാർ സന്ദർശിച്ച കാലഘട്ടത്തിലെ മാടായിപ്പള്ളിയിൽ, ഏഴിമലയിലെ മാടായിപ്പള്ളിയിൽ ദർസ് നടത്തുന്ന മൊറോക്കോക്കാരനായ അറബിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ ഇവിടെ ദർസ് നടത്തിയതൊക്കെ അറബികളായിരുന്നു. ഒന്നാമത്തെ ദർസായി, പള്ളി ദർസായി അറിയപ്പെട്ടത് കേരളത്തിലെ ചരിത്രത്തിൽ താനൂരിലെ വലിയ കുളങ്ങര പള്ളിയിൽ നടത്തപ്പെട്ട ദർസാണ്. ആ ദർസിന് നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹൽറമി എന്ന് പറയുന്ന ഒരു യമനി പണ്ഡിതനാണ്. അപ്പൊ അറബികൾക്ക് ദർസ് നടത്താൻ മാത്രം പള്ളികളിൽ, മലബാറിലെ പള്ളികളിൽ, മലബാർ തീരങ്ങളിലെ പള്ളികളിൽ അറബികൾക്ക് ദർസ് നടത്താൻ മാത്രം അറബി ഭാഷ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവർ ദർസ് നടത്തിയത് അറബികൾക്കായിരുന്നോ? ഏതാവട്ടെ, അറബി ഭാഷ അത്രമാത്രം ഇവിടെ നിലനിന്നിരുന്നതിലൊക്കെ തെളിവാണ്. പിൽക്കാലത്ത് ആ ദർസിന്റെ പാരമ്പര്യം ഇവിടെ നിലനിൽക്കുകയും ഇവിടെ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി അസ്ഹറിലേക്കും ഹറമൈൻ ഷരീഫിലേക്ക് പോയ ആളുകൾ കൂടുതൽ അറബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറബി ഗ്രന്ഥങ്ങൾ ഇവിടെ രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ചു തീർക്കണമെങ്കിൽ തന്നെ ഇത് കുറച്ച് എഴുതി കൊണ്ട് കുറച്ച് അധികമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാണ്. അതായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ പങ്ക് പറയണല്ലോ. അതിന് മുമ്പായിട്ട് ഇവിടെ ഓരോ എഴുതപ്പെട്ടതിൽ വെച്ച് ആദ്യത്തെ പുസ്തകം കിതാബ് എന്ന് പറയുന്ന അറബിയിൽ ഖാദി റമളാനു ശാലിയാത്ത് ഹിജറ 850കളിലാണ്. ഉംദത്തുൽ അസ്ഹാബ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകന് മുഹമ്മസുൽ ബുർദ, ഒന്നാമത്തെ അറബിയിലുള്ള കവിത രചിച്ചത് അൽ വർദത്തു സക്കിയ ഫി തഖ്മീസിൽ ബുർദത്തി സക്കിയ എന്ന് പറയുന്നതാണ് കണ്ടെടുക്കപ്പെട്ടതിൽ എന്ന് ഗവേഷകർക്ക് പറയുന്നുണ്ട്. അതിന് അപ്പുറത്ത് വേറുണ്ടായിരിക്കാം, കണ്ടെടുക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പം ഏതാവട്ടെ, ഒരുപാട് കൃതികൾ, അറബിയിലുള്ള കൃതികൾ ഇവിടെ രചിക്കപ്പെടേണ്ടത് മാത്രമല്ല, ഇവിടെ നിന്ന് പോയ ആളുകൾ ഹറമയിൽ ചെന്ന് ദർസ് നടത്തിയിട്ടുണ്ട്. ഹറമയിൽ ദർസ് നടത്താൻ അവിടുത്തെ ഭാഷ അറിയൽ നിർബന്ധമാണ്, അറബി ഭാഷ. ഞാൻ സൂചിപ്പിക്കുന്നത് അത്രമാത്രം അറബി ഭാഷയുടെ വളർച്ച നമ്മുടെ കേരളക്കരയിൽ വന്നു. പിന്നീട് 1926 മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആദർശ പ്രസ്ഥാനമായ വ്യതിയാനത്തിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആദർശ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നേർന്നൊലിയൊക്കെ മുദരിസുമാരായിരുന്നു, നമുക്കറിയാം. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മുദരിസുമാർ, ഷാലിയാത്തി നവറല്ലാഹു മർക്കദിനെ പോലെയുള്ള, അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം നവറല്ലാഹു മർക്കു, ധാരാളം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ ആ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിം നവറല്ലാഹു മർക്കദ് മഹാൻ ഒരുപാട് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അറബിയിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച മഹത്തുക്കളായ ഉലമ ആണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമക്ക് നേതൃത്വം നൽകിയ ആളുകൾ. മാത്രമല്ല, ഒരു പ്രധാന പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊണ്ടുവന്നത്? പുതിയ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. 1400 വർഷമായി നിലനിൽക്കുന്ന സംസ്കാരം തനിമ നഷ്ടപ്പെടാതെ നിലനിൽക്കണം, വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നാമത്തെ കേരളീയനായ മുസ്ലിം ഒരു സഹാബി ആണെന്ന് പറഞ്ഞു. അവിടെ മുതൽ ഇന്നേ വരെ 1921 ശേഷം ഇവിടെ മലയാളത്തിലുള്ള ഖുതുബ ഏതാനും ചില വക്രീകരിക്കപ്പെട്ട പള്ളികളിൽ നിർവഹിക്കപ്പെടുന്ന കാലം വരെ അറബിയിൽ മാത്രമായിരുന്നു ഇവിടെ ഖുതുബ നിർവഹിച്ചിരുന്നത്. അത് ഈ അറബി ഭാഷയെ സംരക്ഷിക്കലല്ലേ? അറബിയിൽ തന്നെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടണമെന്നുള്ള നിബന്ധന നിലനിർത്തി എന്നുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയൊരു സേവനമായിട്ട് നമ്മൾ കാണണം. കാരണം ഇവിടെ എങ്ങാനും ഇതില്ലായിരുന്നെങ്കിൽ എല്ലാ പള്ളികളിലും വെറും ചന്തപ്പറമ്പ് പോലെ അണ്ടിക്കുത്തുപോകുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അണ്ടിയുടെയും തേങ്ങയുടെയും അതുപോലെ കുരുമുളകിൻ്റെയൊക്കെ വില പറയുന്ന ഖുതുബ ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ധാരാളം മദ്രസകൾ സ്ഥാപിച്ചു. 11,000 നിൽക്കുന്ന മദ്രസകൾ. ഈ മദ്രസയിലൊക്കെ തന്നെ അറബി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തു.
അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാല മൗലൂദുകളുടെ സദസ്സ്, മൗലൂദിന്റെ സദസ്സ്, മാലകൾ അറബി മലയാളമാണ്, മൗലൂദിന്റെ സദസ്സുകൾ, ഇതൊന്നും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം രംഗത്ത് വന്നപ്പോൾ അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഈ ഭാഷയോടും ആ ഭാഷ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന മഹത്തുക്കളോടുമുള്ള ബഹുമാന ആദരവുകൾ നിലനിർത്തി എന്നുള്ളതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ നേതാക്കന്മാർ ഈ മഹത്തായ ഭാഷ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത ആളുകളാണ്. ഇവിടെയുള്ള കവികളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, കവിതകളെ സംബന്ധിച്ച് ഇവിടെ പല ആളുകളും പറയാറുണ്ട് ബിദ്അത്തിന്റെ ആളുകൾ ആണ് അറബി ഭാഷയ്ക്ക് വേണ്ടിയുള്ള സേവനം ചെയ്തെന്നുള്ളതാണ്. ഒരിക്കലും അത് ശരിയല്ല. ആരുടെയും സേവനം നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉലമാ നിർവഹിച്ചത് ആ ഓരോരോ കാലഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. അവരുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത് ഫിഖ്ഹ് അഥവാ കർമ്മശാസ്ത്രവും വിശ്വാസവും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങളും മറ്റുമാണ്. അതിന് അന്ന് അവർ റഫർ ചെയ്തിരുന്നതൊക്കെ തന്നെ അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. ഉലമാന് റഫർ ചെയ്യാൻ ആവശ്യമായ വഅദിന്റെ കിതാബുകളും അതുപോലെ തന്നെ മഹത്തുക്കളോടുള്ളതായ ബന്ധം നിലനിർത്താൻ ആവശ്യമായ മൗലിദുകളും അതുപോലെ ബൈത്തുകളും ഇതൊക്കെ അവർ രചിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അറബിയിൽ പ്രസംഗിക്കേണ്ട ഒരവസ്ഥ അതിവിടെ അക്കാലഘട്ടത്തിൽ ഇവിടെ പ്രബോധിതരായ ആളുകള് ഇവിടെ ഭാഷയാണല്ലോ പ്രബോധന ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത്. ഇബാദത്തിന്റെ ഭാഷ, ഇബാദത്തിന്റെ നിബന്ധന എന്നുള്ള നിലക്കാണ് അറബിയിൽ ഖുത്ബോധനം നമ്മൾ പറയുന്നത്. അതേസമയത്ത് പ്രബോധിതരായ ആളുകൾ, മദുഉവ്വീങ്ങളായ ആളുകൾ അവരുടെ ഭാഷ മനസ്സിലായിക്കൊണ്ടെന്ന അറബി മലയാളത്തിലായിരുന്നു അവരുടെ സംവേദന ആശയങ്ങൾ അങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നത്. അതുകൊണ്ട് ആയിരക്കണക്കായ അറബി മലയാളത്തിലുള്ള സാഹിത്യം ഇവിടെ നിലനിന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് അറബി മലയാളത്തിലുള്ള സാഹിത്യങ്ങൾ നിലനിന്നപ്പോൾ, അല്ലാതെ നമ്മൾ മുസ്ലിം സമൂഹം എന്തുകൊണ്ട് മലയാള ഭാഷയിൽ പിന്തള്ളപ്പെട്ടതിനെ പറ്റി പഠിക്കുമ്പോൾ കുറെ ആളുകൾ ഇവിടെ പൗരോഹിത്യം എന്ന് പറഞ്ഞ് എതിർക്കാറുണ്ട്. പൗരോഹിത്യത്തിന്റെ കുഴപ്പമല്ല. ആ കാലഘട്ടത്തിൽ മലയാള ഭാഷക്ക് വളർച്ച ഉണ്ടായിരുന്നില്ല. തുഞ്ചൻ എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് ലിപി പരിഷ്കരിച്ച് കണ്ടെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് ഖാദി മുഹമ്മദ് റഹ്മഹുല്ലാ മുഹിദ്ദീൻ മലരിച്ചിട്ടുണ്ട് അറബി മലയാളത്തില്. അപ്പൊ അറബി മലയാളം വളരെ സാഹിത്യ സമ്പുഷ്ടമായി ഇവിടെ ആശയവിനിമയം നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നു സത്യത്തിൽ അവിടെ മലയാള ഭാഷയിലേക്ക് പ്രാധാന്യം നമ്മുടെ ആളുകൾ നൽകാതെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതിനെ മാറ്റണം, ഇപ്പോഴും മാറ്റിയിട്ടുണ്ട്. അന്നത്തെ അവസ്ഥയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അറബി ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ സമുദായത്തിൽ കുറവായതുകൊണ്ട് അറബി ഭാഷയിൽ ഗ്രന്ഥം രചിച്ചാൽ ഒരിക്കലും അത് മൂവിങ് ഉണ്ടാവില്ല, അത് പ്രചരിപ്പിക്കപ്പെടാൻ കഴിയില്ലാത്തത് കൊണ്ട് കൂടുതൽ ഗ്രന്ഥരചനയ്ക്ക് അവർ മുന്നിട്ട് ഇറങ്ങിയില്ല. അതേസമയത്ത് ആലിമീങ്ങളായ ആളുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വയലും കിതാബും മറ്റു കിതാബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ധാരാളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കലിയറ്റ് യൂണിവേഴ്സിറ്റിയിലെ CHSR ചെന്നാൽ അവിടെ പഴയ ഗ്രന്ഥങ്ങളുടെ ശേഖരം കാണാൻ സാധിച്ചു. അതേപോലെ നമ്മളെ അബ്ദുറഹ്മാൻ മങ്ങാട് സാഹിബിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 12 ആളും പറയില് അത്ഭുതപ്പെട്ടു, ഒരു മനുഷ്യന് ഇത്രമാത്രം എങ്ങനെ കളക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ പൂർവികന്മാരായ അറബി രചിച്ച ഗ്രന്ഥങ്ങള് അറബി ശരിക്കും അവർ കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. നമുക്കറിയാം, അതുക്കീൽ പറഞ്ഞിട്ടുണ്ട് അറബി പഠിക്കുന്നതിന്റെ ഓരോ 8 ഭാഗങ്ങൾ പഠിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ പഠിച്ച ആളുകളാണ്. അതുകൊണ്ടല്ല അവർക്ക് ഹറമൈൻ ഷെരീഫിൽ ദർസ് നടത്താൻ സാധിക്കുന്നത്, അസറിൽ പോയി പഠിക്കാൻ സാധിക്കുന്നത്. കേവലം സംസാരിക്കാൻ വേണ്ടിയുള്ള ഭാഷ അവർ പഠിച്ചിട്ടില്ല എന്നത് മാത്രമേ അവരെ സംബന്ധിച്ച് പറയാൻ സാധിക്കൂ. അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യവുമില്ല. എന്നാൽ ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേക ഗൾഫ് ബേസ്ഡ് ഒരു എക്കോണമിയാണ് നമ്മുടെ നാടുകളിൽ 1970-കൾക്ക് ശേഷം രൂപപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ ഒരു കഴിവുണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ ഈ ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയാണ് അറബി ഭാഷ കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആദരണീയരായ ദക്തൂർ നൗഫൽ സാഹിബോട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റണം. പക്ഷെ നമ്മൾ വിമർശിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൂർവികന്മാരെ വിമർശിക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ അവരെക്കാൾ യോഗ്യരാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മളെക്കാൾ എത്രയോ മുകളിലായിരുന്നു അവർ. ആ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയ രൂപത്തിലുള്ള
പഠനവും അധ്യാപനവുമാണ് അവർ നടത്തിയത് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അപ്പൊ ഏതാവട്ടെ, അറബി ഭാഷ എന്ന് പറയുന്ന ഈ മഹത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം മതഭാഷ കൂടിയാണ്. എന്നാൽ മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ ഭാഷയായിരുന്നു. അൽ ഖാനൂനു ഫി തിബ്ബ്, ഈ അവിസന്ന എന്ന് പറയുന്ന ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫി തിബ്ബ് അന്ന് ലോകത്തിൽ യൂറോപ്പിൽ വരെ, അത് യൂറോപ്പിലൊന്നും അത്ര വൈജ്ഞാനിക വിപ്ലവം നടന്നിട്ടില്ല. നടന്നതിന് ശേഷവും ഈ ഗ്രന്ഥം അന്ന് അറബി പഠിച്ചെങ്കിൽ മാത്രമേ ശാസ്ത്രം മനസ്സിലാവുമായിരുന്നുള്ളൂ. നമുക്കറിയാം അത്രമാത്രം എന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. പക്ഷെ അറബിയെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല മറ്റു ഭാഷകൾക്ക്. അത് അറബിയുടെ അറബിയുടെ ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ. അതിന്റെ വിഷയത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അറബി ഭാഷ കേരളത്തിലുള്ള അറബി ഭാഷയ്ക്ക് വളർച്ച ഞാൻ പറഞ്ഞു, സമസ്തയുടെ സംഭാവന പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ഇനി ഭാവിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് മാറ്റം വരുത്തിക്കൊണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതോടെ മൻ തഅല്ലമ അൽ-ലുഗത്തൽ അറബിയ്യ വലം യതകല്ലം ബിഹാ ബൽ തകല്ലമ ബിൽ അജമിയ്യ ഫഹാദാ നിഫാഖുൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുഹ്സിനു അൻ യതകല്ലമ ബിൽ അറബിയ്യത്തി ഫലാ യതകല്ലം മൻ യുഹ്സിൻ അൻ യതകല്ലം ബിൽ അറബിയ്യ ഫലാ യതകല്ലം ബിൽ അജമിയ്യ ഫഇന്നഹു യൂരിസു നിഫാഖ് റവാഹു ഹാക്കിം. ഹാക്കിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ അറബി സംസാരിക്കാൻ സാധിക്കുന്ന ആൾ അറബി തന്നെ സംസാരിക്കണം എന്നാ, പക്ഷെ സംസാരിക്കപ്പെടുന്ന മുഖാത്തബനും കൂടി അറിയണമെന്ന് മാത്രം. അപ്പോഴാണ് പറഞ്ഞ ഹുക്കുമ് വരുള്ളൂ. അപ്പൊ അറബി സംസാരിക്കാൻ മുഖാത്തബിനും മുത്തകല്ലിമിനും സാധിക്കുമെങ്കിൽ അറബി അല്ലാത്ത ഭാഷ സംസാരിക്കൽ അറബി നിസ്സാരാക്കലുള്ള നിലക്കായിരിക്കണം. അത് നിഫാഖാണെന്ന് പറയാനുള്ള കാരണം അല്ലാഹു അലം. അപ്പൊ ഏതാവട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തില് അറേബ്യൻ നാടുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളായതുകൊണ്ട് കൂടുതൽ ഒരു എക്കണോമിക്കൽ പർപ്പസിന് വേണ്ടി കൂടി നമ്മൾ ഈ അറബി ഭാഷ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കുറച്ചുകൂടി നല്ല രൂപത്തിൽ അറബി ഭാഷയുമായി സമീപിക്കേണ്ടതുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ 10,000-കണക്കായ മദ്രസകൾ ഉപയോഗിച്ചുകൊണ്ട്, 100-കണക്കായ കോളേജുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ തന്നെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളൊക്കെ അറബി പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികളും അതുപോലെ കിസ്മുകളൊക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ 2010 മുതൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചുകൊണ്ട് അറബിക് ദിനം ഡിസംബർ 18 വരുമ്പോൾ കേവലം ഒരു ആഘോഷത്തിൽ ഒതുങ്ങാതെ, ഒരു ദിവസത്തിൽ ആഘോഷമാക്കാതെ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു സുവർണാവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ അറബി ഭാഷന്റെ പരിപോഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ്, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇനിയും നേതൃത്വം കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.